نازنین ناز نکن در رو کسی باز نکن نازنین در نکن زندگی موزه نکن زندگی موزه നരൻ ഓഹോ ഞാനൊരു നരൻ പുതുജന്മം നേടിയ നരൻ ഓ നരൻ ഞാനൊരു നരൻ ഓമൽ പെൺകൊടിയിലെ യെസ് ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ക്ലാസ്സുകൾ അല്ലേ, പല വെറൈറ്റി ക്ലാസ്സുകൾ, ലൈവ് ഡിസ്കഷൻ, ഫോക്കസ് ഏരിയ റിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൂറുകളോളം നിരന്തരമായ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം വരുമ്പോഴും സയൻസിലെ കുട്ടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം ഓരോ യൂട്യൂബേഴ്സും കൊടുക്കുന്നത്. ശരിയല്ലേ? പല ആപ്ലിക്കേഷൻസിൽ പോലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതിൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അവിടെയും കൊമേഴ്സിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും കുട്ടികൾ തല കുനിച്ചു പോവുകയാണ്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അത്യാവശ്യം വേണ്ട ക്ലാസ്സുകളൊന്നും കിട്ടുന്നില്ല, എന്നാൽ ചെറിയ ചെറിയ ക്ലാസ്സുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് സയൻസിലെയും കൊമേഴ്സിലെയും കുട്ടികൾക്ക് നിങ്ങൾ ഏതൊക്കെ യൂട്യൂബേഴ്സ് ഫോളോ ചെയ്താലും ശരി, ഏതെല്ലാം ആപ്ലിക്കേഷൻസിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ ഡെയിലി കാണുന്നുണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയോട് കൂടിയുള്ള A+ഓട് കൂടിയുള്ള ഫ്രീ ക്ലാസ്സുകൾ, ഫ്രീ ലൈവ് സെഷൻസുമായിട്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ മോഡൽ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ലൈവിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണ്, ആ ഷെഡ്യൂളിൽ ഓരോ ഷെഡ്യൂളിലും ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ റിവൈസ് ചെയ്യുക എന്നത് എത്ര മുതൽ സെപ്റ്റംബർ 6-ാം തീയതി മുതൽ സെപ്റ്റംബർ 27-ാം തീയതി വരെ നിങ്ങളുടെ സയൻസ് ആയാലും ശരി, നിങ്ങളുടെ കൊമേഴ്സ് ആയാലും ശരി, ഈ രണ്ട് സബ്ജക്റ്റുകളുടെയും ലൈവ് സെഷൻ ക്ലാസ്സുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ഓരോ ക്ലാസ്സുകളിലും ഓരോ ലൈവുകളിലും ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടൈം ടേബിൾ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഫോക്കസ് ഏരിയയുടെ ബേസിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മോഡൽ എക്സാമിന്റെ പേപ്പറിൽ വന്ന ചോദ്യങ്ങളുടെ ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും നമ്മൾ നൽകിയിരിക്കും. ഒരിക്കലും പേടിക്കേണ്ട. മറ്റ് പല ആപ്ലിക്കേഷൻസുകളും നിങ്ങൾക്ക് സയൻസ് മാത്രമാണ് നൽകുന്നതെങ്കിൽ MS സൊല്യൂഷൻസ് ഉറപ്പ് നൽകുന്നു, ഇതിന്റെ കൂടെ നമ്മൾ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, ഏതെല്ലാം കൊമേഴ്സിന്റെ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, ഈ 3 സബ്ജക്റ്റുകൾ കൂടി നമ്മൾ കൊമേഴ്സിന്റെ പാർട്ടാക്കിക്കൊണ്ട് ലൈവ് സെഷൻ ക്ലാസ്സുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. ഇതിന്റെ എല്ലാ ഷെഡ്യൂളും എങ്ങനെ, ഏത് സമയം, എപ്പോൾ എന്നുള്ള കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഞാൻ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വീഡിയോ തയ്യാറാക്കി നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട് മറ്റ് പല ചാനലുകളും സയൻസിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ, ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ കൊമേഴ്സിലെ കുട്ടികൾ തലകുനിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ട അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ് 3ന്റെയും ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിത്തിൻ ദ ഫോക്കസ് ഏരിയ ഫോക്കസ് ഏരിയകൾക്കുള്ളിലുള്ള ക്ലാസ്സുകൾ, അതിൻ്റെ കൂടെ തന്നെ നോട്ട്സുകളും PDF-കളും എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൊമേഴ്സിലെ കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന ക്ലാസ്സുകൾ. മറ്റേത് യൂട്യൂബ് ചാനലുകൾ കൊമേഴ്സ് ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങളെ കൊമേഴ്സ് കുട്ടികളെ MS സൊല്യൂഷൻസ് ഏറ്റെടുത്തിരിക്കും. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും. പക്ഷേ ഹ്യൂമാനിറ്റീസിൻ്റെ ക്ലാസ്സുകൾ എനിക്ക് എവിടെ ചെന്നിട്ടും ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് പോലും എനിക്ക് റിപ്ലൈ ഇല്ല. ഹ്യൂമാനിറ്റീസിൻ്റെ ക്ലാസ്സുകൾ ലൈവായിട്ട് എടുക്കാനൊന്നും ആരും രംഗത്തേക്ക് വരുന്നില്ല. പക്ഷേ നിങ്ങളെ ഞാനൊരു ചെറിയൊരു പ്രതീക്ഷ ഞാൻ തരാം. ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ലാത്ത അധ്യാപകരുണ്ടാകും, എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഹ്യൂമാനിറ്റീസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ നമ്മൾ പെയ്ഡ് കൊടുത്തിട്ട്, അതായത് ഞാൻ ക്യാഷ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടത് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ ഒരു കൈത്താങ്ങാണ്. നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. കാര്യം എത്ര കുട്ടികൾ നമ്മുടെ ഈ ചാനലിൽ ഹ്യൂമാനിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. കോമേഴ്സ് ഒരുപാടുണ്ട്, ഞാൻ പറയാം. പക്ഷെ അതിനേക്കാൾ എത്രയോ സയൻസ് കുട്ടികളും ഉണ്ട്. സയൻസിന് വേണമെങ്കിൽ എനിക്ക് പ്രാധാന്യം കൊടുക്കാമായിരുന്നു. പക്ഷേ സയൻസിൻ്റെ കൂടെ കൊമേഴ്സ് ക്ലാസ്സുകൾ കൂടി അവൈലബിൾ ആയതുകൊണ്ട് അവർക്കും നമ്മൾ ലൈവ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. ഓക്കെ. പക്ഷേ ഹ്യൂമാനിറ്റീസിൻ്റെ ക്ലാസ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ കോൺടാക്ട്സുകളുള്ള ഹ്യൂമാനിറ്റീസ് അധ്യാപകരെ കോൺടാക്ട് ചെയ്തിട്ട് പോലും അവർക്ക് ക്ലാസ് എടുത്ത് വലിയൊരു താല്പര്യമില്ല. അങ്ങനെ യൂട്യൂബ് ചാനൽ വന്ന് ലൈവ് എടുക്കാനുള്ള ഒരു ഇത് അവർക്കില്ല. അവർ ഓപ്പണായിട്ട് പറഞ്ഞതാണ്. പക്ഷേ താല്പര്യമുള്ള അധ്യാപകരുണ്ടാവും ഹ്യൂമാനിറ്റീസ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിലെ ഏറ്റവും ഹ്യൂമാനിറ്റീസിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്.
നമ്മുടെ +1 തന്നെ 45ഓളം കോമ്പിനേഷൻസ് ഉണ്ട്, ശരിയല്ലേ? സയൻസും കൊമേഴ്സും ഓക്കെ. കൊമേഴ്സിൽ നമ്മൾ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ് തരും. സയൻസിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി തരും. ഓക്കെ, കെമിസ്ട്രി എന്നാലാവുന്ന ക്ലാസ്സുകൾ ഞാനും തരും, മറ്റ് ഒരു അധ്യാപകൻ്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരും. എന്തായാലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ആത്മവിശ്വാസത്തോടെയും കംപ്ലീറ്റ് 100% എനർജിയോട് കൂടിയുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ തരിക. ചില ആൾക്കാരെ വീഡിയോസ് ഞാൻ കണ്ടു, 10 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാം, 20 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ പഠിക്കാം. ഞാൻ പറയുന്നു, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, 100% ഉറപ്പാണ്. 10ാം ക്ലാസ് പോലെ 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല +1 ചാപ്റ്റേഴ്സ്. അത് എനിക്കും അറിയാം, അധ്യാപകർക്കും അറിയാം, വിദ്യാഭ്യാസ വകുപ്പിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഫോക്കസ് ഏരിയ തരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോക്കസ് ഏരിയ ഉണ്ട്, ഇരട്ടി ചോദ്യങ്ങളുണ്ട്. എന്നാൽ ആ ഇരട്ടി ചോദ്യങ്ങളിൽ പ്രത്യേക നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. അത്ര മാർക്ക്, അതായത് എന്താ പറയുക, ബെസ്റ്റ് ഓഫ് 2 ആണ് നിങ്ങൾക്ക്. നിങ്ങൾ എഴുതിയിരിക്കുന്നതിൽ ബെസ്റ്റ് ഓഫ് സംതിങ് ഏതാണോ അതായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുക. 10 എണ്ണത്തിൽ നിങ്ങൾ 10 എഴുതിയാലും 5 എണ്ണം മാത്രമേ മാർക്ക് തരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആ 10 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണോ നിങ്ങൾക്ക് ലഭിച്ചത് ആ മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇതൊരു ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. നമ്മൾ കോടതിയും കാര്യങ്ങളൊക്കെ പോയി, കേസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, സർക്കാർ ഒന്നും കേട്ടില്ല, ഗവൺമെൻറ് നമ്മുടെ കൂടെ പോലും നിന്നില്ല, നിങ്ങളുടെ ഒരു അഭിപ്രായം പോലും കേട്ടിട്ടില്ല. ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് തന്നിട്ടുണ്ട്, അതും +1 അഡ്മിഷനും +1 എക്സാമും ഒരേ സമയത്ത് 13ാം തീയതി, സെപ്റ്റംബർ 13ാം തീയതി വരുന്നത് കൊണ്ടാണ് ആ ഡേറ്റ് ഒന്ന് മാറ്റിയത്. പക്ഷേ ആ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം വേണ്ടതുകൊണ്ട് അഡ്മിഷനുള്ള സമയങ്ങളിൽ ഉള്ള ഗ്യാപ്പ് ഒഴിവാക്കിക്കൊണ്ട് ആ സമയങ്ങളിലേക്ക് നിങ്ങളുടെ എക്സാം വെച്ചുകൊണ്ട് അഡ്മിഷനും എക്സാമും പല ദിവസങ്ങളിലാക്കിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ തന്നത്. സെപ്റ്റംബർ 6ാം തീയതി ശരിക്കും എക്സാം ചേഞ്ച് ചെയ്തിട്ടില്ല, സെപ്റ്റംബർ 6ാം തീയതി തന്നെയാണ് നിങ്ങൾക്ക് എക്സാം. പക്ഷേ 27ാം തീയതി വരെ നീണ്ടു പോകുന്നുണ്ട് എന്ന് മാത്രം. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടു. ആ ഗ്യാപ്പ് ഇട്ടത് +1 അഡ്മിഷൻസിന് വേണ്ടിയിട്ടാണ്. അത് KST എന്ന് പറയുന്ന അധ്യാപക സംഘടന പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ലെറ്റർ അയച്ചു. വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്തു? ഉടനടി തന്നെ എന്ത് ചെയ്തു? ആ ഒരു ടൈം ടേബിൾ 3 ദിവസം കൊണ്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്തത്? പബ്ലിക് ആക്കി മാറ്റിയത്. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ടൈം ടേബിൾ മാറ്റാനൊന്നും കഴിയില്ല. ടൈം ടേബിൾ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസത്തെ കഷ്ടപ്പാടുണ്ട്. ഓക്കെ, നമ്മുടെ +2 വിദ്യാർത്ഥികൾക്ക് അറിയാം, മാർച്ച് 17ാം തീയതി മാർച്ച് 17ാം തീയതി പറഞ്ഞ എക്സാം ഏപ്രിൽ 8ാം തീയതിയിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ പെട്ടെന്ന് 2-3 ദിവസം കൊണ്ടാണ് നിങ്ങളുടെ ടൈം ടേബിൾ പുറത്തു വന്നത്. ഓക്കെ, എന്തായാലും വിഷയമില്ല. നമുക്ക് എന്തായാലും ഹ്യൂമാനിറ്റീസിൻ്റെ ക്ലാസ്സും കൂടി ആഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട അധ്യാപകരെ കിട്ടിയാൽ ഉടനടി ഞാൻ അതിൻ്റെ ലൈവും ഒക്കെ നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യും. പക്ഷേ ഹ്യൂമാനിറ്റീസ് എത്ര കുട്ടികളുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സയൻസ് കുട്ടികളായാലും കൊമേഴ്സ് കുട്ടികളായാലും ഹ്യൂമാനിറ്റീസ് കുട്ടികളായാലും ശരി, MS സൊല്യൂഷൻസിൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പാട് എടുത്തിട്ട് നമുക്ക് എന്തായാലും A+കൾ വാരി കോരി കിട്ടട്ടെ. നമ്മൾ അധ്വാനിച്ച് വാങ്ങാം. നമുക്ക് A+ കൊണ്ട് കിട്ടണം. നമുക്ക് 6A+, 5A+, 4A+, 3A+, 2A+, 1A+. 1A+ പോലും ഇല്ലെങ്കിലും വിഷയമില്ല, നമുക്ക് ഭാവി ഉണ്ടല്ലോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ക്ലാസ്സുകളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് എഡ്യൂപോർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. സോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള എഡ്യൂപോർട്ടിൻ്റെ ആ ഒരു ലിങ്ക് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കാര്യം അതിലായിരിക്കും നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ കൂടുതൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റ് നോട്ട്സുകളൊക്കെ അതിൽ അവൈലബിൾ ആണ്. ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബിൽ തന്നെയാണോ ലൈവ് വരിക. പക്ഷേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തായാലും വേറെ വിഷയങ്ങളൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? മോഡൽ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ശനിയാഴ്ച മുതൽ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. സോ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.